ജെസിസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പള്ളിപ്പുറത്ത് 12,000-ൽ പരം കാടകളെ വളർത്തുന്ന യുവ സംരംഭകർ ബീന ഔസേപ്പിന്റെ കാട ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാടയിൽ നിന്നാണ് ഇന്നിപ്പോ ഈ 12,000-ൽ പരം കാടകളെ വളർത്തുന്നത്. അതെ. അപ്പൊ ഈ കാട എത്ര തരമുണ്ട്? അപ്പൊ ഇൻക്യുബേറ്ററിൽ നിന്ന് എടുക്കുന്ന കുഞ്ഞ് മുട്ട ഇടുന്നത് ഏത് പ്രായം? ഇത് ബ്രൂഡിംഗ് സിസ്റ്റം ആണ്. ഇത് നമ്മൾ ഒരു ദിവസം പ്രായമുള്ള കാട കുഞ്ഞുങ്ങളെ കൃത്രിമമായിട്ട് ചൂട് കൊടുത്ത് വളർത്തുന്ന രീതിക്കാണ് ബ്രൂഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു കാടയ്ക്ക് 1 വാട്ട്സ് എന്നുള്ള രീതിയിൽ ബൾബ് ഇടുക. ഇത് 500 കാടയുണ്ട്, 5000 കാടയായിട്ട് 5000 കാടയാണ് ഈ ഒരു ബ്രൂഡിങ്ങിലുള്ളത്. ഇവർക്ക് തീറ്റയും വെള്ളവും കൊടുക്കാനായിട്ട് ഫീഡറും ഡ്രിങ്കറും നമ്മൾ വെച്ചിട്ടുണ്ട്. താഴെ ചകിരിച്ചോറാണ് ഇതിന്റെ മീഡിയം ഇട്ടിരിക്കുന്നത്. 21 ദിവസം വരെ ഇതിനെ കൃത്രിമമായിട്ട് ചൂട് കൊടുത്തിട്ടാണ് നമ്മൾ ഇവരെ വളർത്തിയെടുക്കുന്നത്. എൻ്റെ പേര് റിജിമോൾ. ഞാൻ ഇടുക്കിയിൽ നാരേക്കാനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒരു കാട ഫാമുണ്ട്, മുയൽ ഫാമുണ്ട്. ബണ്ണീസ് റാബിറ്റ് ഫാം എന്നാണ് ഞങ്ങളുടെ മുയൽ ഫാമിൻ്റെ പേര്. ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് ഹൈബ്രിഡ് മുയലിനെ കൊണ്ടുവന്ന് അവിടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം കാട ഫാമും ഉണ്ട്. ഇപ്പോൾ നിലവിൽ 3000 കാടയോളം ഉണ്ട്. എല്ലാ പ്രാവശ്യവും വിനിച്ചിച്ചിരി എവിടുന്നോ തന്നെ വന്നാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 1000 കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഫാമാണ് ഇത്. ഈ കാടയുടെ പ്രത്യേകത, നമുക്ക് 8 മാസം വരെയും കാടയ്ക്ക് മുട്ട കിട്ടും. എങ്കിൽ പോലും നമുക്ക് പിന്നീടും ഇതിൽ നിന്ന് കുറച്ച് കാടയെ മാറ്റി നമുക്ക് ഇടുകയാണെങ്കിൽ ഒരു 12 മാസം വരെ എനിക്ക് മുട്ട കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വീണ്ടും എടുക്കാൻ വേണ്ടി വരുന്നത്. നല്ല ഹെൽത്തിയാണ് കാട. എന്നും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. മാഡത്തിന്റെ സ്ഥലം എവിടെ? ഇടുക്കിയിൽ നാരേക്കാനം. അവിടെ കാട വളർത്തലുണ്ട്, കാട ഫാമുണ്ട്. കാട ഫാം ഇവിടുന്നാണോ സ്ഥിരമായിട്ട്? ഇവിടുന്ന് തന്നെയാണ്. അതായത് ഇടുക്കിയിൽ നിന്ന് ഇവിടെ വരെ വന്നാണ്, ചേർത്തല വരെ വന്നാണ്? ചേർത്തല എല്ലാ പ്രാവശ്യവും വിനിച്ചിച്ചിരി എടുക്കുന്നതാണ് കടയിൽ. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്ര ദൂരം വന്ന് ഇവിടുന്ന് തന്നെ എടുക്കുന്നത്? ഈ കാടയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് എടുക്കുന്നത്. എനിക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാടയിൽ നിന്നും ഞാൻ 1000 എണ്ണം കൊണ്ടുപോയാൽ ശരാശരി ഒരു 800-850 മുട്ടയിൽ കൂടുതൽ എനിക്ക് കിട്ടുകയുള്ളൂ. അതിനകത്തുനിന്ന് നഷ്ടം വരുന്നില്ല. അതുകൊണ്ട് ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്ന് എടുക്കുന്നു. അവിടെ ഫാമൊക്കെ എങ്ങനെ പോകുന്നു? ഫാം നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾക്ക് കാട ഫാമിനോട് കൂടി തന്നെ ഒരു മുയൽ ഫാം ഉണ്ട്. ബണ്ണീസ് റാബിറ്റ് ഫാം എന്നാണ് ഞങ്ങളുടെ ഇടുക്കിയിൽ റാബിറ്റ് ഫാമിന്റെ പേര്. ഹൈബ്രിഡ് മുയലുകളാണ്. ഹൈബ്രിഡ് മുയലുകൾ കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുന്നു ഞങ്ങളിപ്പം. മാഡം ഒറ്റയ്ക്കാണോ ഇതൊക്കെ? ഹസ്ബൻഡും കൂടെ മക്കളും സഹായിക്കും. അത് ഇത് കടയും മുയലുമാണ് മെയിൻ ഐറ്റം. പിന്നെ കൃഷി എല്ലാം ഉണ്ട്.
ഫ്രണ്ട്സ്, ജീവിത പരീക്ഷണങ്ങൾ തളരാതെ കഠിന പരിശ്രമത്തിലൂടെ വിജയതിലകമണിഞ്ഞിരിക്കുന്ന ബീനയെ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും മാതൃകയാക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.